വീണ്ടും വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കോൺഗ്രസിന്റെ വോട്ട് ജിഹാദ് എന്ന് മോദി. കോൺഗ്രസ് ഒരു പ്രത്യേക മതവിഭാഗത്തോട് മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനിൽ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തുമെന്ന് ഭീഷണി. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വേണോ, രാമരാജ്യം വേണോ എന്ന് വോട്ടർമാരോട് നരേന്ദ്രമോദി ചോദിച്ചു. വോട്ട് ബാങ്കിന് സ്വത്തുക്കൾ വീതിച്ചു നൽകാൻ ശ്രമം എന്ന് പൊതുവേദിയിൽ പ്രധാനമന്ത്രി. क्या वोट जिहाद आपको मंजूर है? क्या लोकतंत्र में ये बात चल सकती है? क्या भारत का संविधान ऐसी जिहाद के लिए अनुमति देता है? साथियों, कांग्रेस के इरादे कितने भयानक है, जी उनकी साजिशें कितनी खतरनाक है, ये समझना हो आपको उन लोगों की बातें सुननी होगी जो 25 यानी 20, 25 साल कांग्रेस में रहे हैं. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അർജുൻ, തുടർ വിമർശനങ്ങൾ ഒന്നും അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുകയാണ് ഈ വിദ്വേഷ പ്രസംഗത്തിലൂടെ. വോട്ട് ജിഹാദാണ് നാട്ടിൽ നടക്കുന്നത്. അത്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വേണോ അതോ രാമരാജ്യം വേണോ എന്നൊരു തിരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലടക്കം BJPയുടെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് നിലനിൽക്കുന്നിടത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ദിവസം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ ബുദ്ധിയോടെയാണ്. മാധു, തീർച്ചയായിട്ടും മധ്യപ്രദേശിലെ കാർഗോണിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം BJPക്കെതിരെ കോൺഗ്രസ് നടത്തിയ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, അതിലൊന്ന് പൂഞ്ച് ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ BJP ആണ് എന്നുള്ള കാര്യം. രണ്ടാമത്തേത് ഛത്തീസ്ഗഡിലെ മുൻ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ട സമയത്ത് ഈ രാമക്ഷേത്രം സന്ദർശിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടു എന്നുള്ള കാര്യമെല്ലാം ഉന്നയിച്ചവർ രംഗത്ത് വന്നിരുന്നു. ഈ കാര്യങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറയുകയായിരുന്നു ഈ പൊതുവേദിയിൽ നരേന്ദ്രമോദി. ഒപ്പം തന്നെ കടുത്ത വിമർശനം ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗത്തിൻ്റെ രീതിയിലേക്ക് കടന്നാക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് സുപ്രീം കോടതി വിധി അടക്കം, അത് ഈ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി വിധി അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം കോൺഗ്രസ് ഇങ്ങനെ നരേന്ദ്രമോദിയെ വോട്ട് ചെയ്ത് താഴെ ഇറക്കാൻ വേണ്ടി പറയുന്നു. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ വോട്ട് ജിഹാദ് നിലവിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻപത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ കൂട്ടിപ്പിടിച്ചു നേരെ ഈ വോട്ട് ബാങ്കിലെ ആളുകൾക്ക് സ്വത്തുക്കൾ വീതിച്ചു നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. വോട്ടിംഗ് നടക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി മധ്യപ്രദേശിൽ രാജ്യത്ത് വോട്ട് ജിഹാദാണ് നടക്കുന്നത് എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു.